ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. അതിനിടെ ഇറാഖി മധ്യസ്ഥതയിലൂടെ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. താൽക്കാലിക കരാറുകൾക്ക് തങ്ങൾ ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഇറാൻ തള്ളിയത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാഖി പ്രധാനമന്ത്രി അലി അൽ സൈദി നേരിട്ട് ഈ സമാധാന സന്ദേശവുമായി ടെഹ്റാനിലേക്ക് വന്നത്. എന്നാൽ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിന്റെ ഭാവി സുരക്ഷിതമാക്കാത്തതും സ്ഥിര പരിഹാരം കാണാത്തതും യാതൊരു താൽക്കാലിക കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാനിയൻ അധികൃതർ തീർത്തു പറയുകയായിരുന്നു. മെയ് മാസത്തിൽ അധികാരം ഏറ്റെടുത്ത ശേഷം അൽ സൈദി നടത്തുന്ന ആദ്യ ഔദ്യോഗിക ഇറാൻ സന്ദർശനമായിരുന്നു. മന്ത്രിമാരടങ്ങുന്ന ഉന്നതതല സംഘത്തോടൊപ്പം എത്തിയ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, മേഖലയിലെ വികസനങ്ങൾ, സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ചകൾ നടത്തി. നേരത്തെ ഒപ്പുവെച്ച കരാറുകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ചെയ്തതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയും. വ്യാപാരം, ഊർജ്ജം, ഗതാഗതം, പ്രാദേശിക കാര്യങ്ങൾ എന്നിവയിൽ കൂടുതൽ സഹകരണം വേണമെന്ന് ഇരു ഗവൺമെന്റുകളും ആവശ്യപ്പെട്ടു. ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഖാബിർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരുമായും അൽ സൈദി കൂടിക്കാഴ്ച നടത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ട്രംപിന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഭീഷണികൾ തുടർന്നാൽ ഇറാൻ നോക്കിയിരിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ടെഹ്റാനെയും മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിക്കും എന്ന ട്രംപിന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിശാലമായ ഒരു യുദ്ധത്തിന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായാൽ ടെൽ-അവീവിനെ ഇറാൻ ലക്ഷ്യം വെക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ബാബൽ മന്ദബ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ യമനിലെ ഹൂത്തി സംഘത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യുദ്ധം പ്രാദേശികമായി വ്യാപിപ്പിക്കാൻ ടെഹ്റാൻ നിർബന്ധിതരാകുമെന്നും രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാഖ് വഴിയുള്ള സമാധാന ശ്രമങ്ങൾ കൂടി പരാജയപ്പെട്ടതോടെ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിൽ തുടർച്ചയായ 13ാം ദിവസവും അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തി. സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുതിയ മിസൈൽ ആക്രമണം 2 മണിക്കൂറിലധികം നീണ്ടുനിന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനിലെ സൈനിക കമാൻഡ് സെന്ററുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര മേഖലയിലെ ഭീഷണികൾ പൂർണ്ണമായി തടയുന്നതിനുമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ ഇറാനിലെ അഹ്വാസ് നഗരത്തിന് സമീപമുണ്ടായ US മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ വിൽക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ ലോകത്ത് ആരും എണ്ണ വിൽപ്പന നടത്തില്ലെന്ന് പറയുകയാണ് ഇറാൻ. 3 എണ്ണക്കപ്പലുകൾ ഹോർമുസിൽ തടഞ്ഞതായും ഇറാൻ സൈന്യം അറിയിച്ചു. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കുട്ടികളെ വരെ കൊല്ലുന്ന അമേരിക്കൻ ശത്രുക്കളുടെ വാക്കുകേട്ട് കപ്പലുകൾ ഹോർമുസ് കടക്കാൻ ശ്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. 3 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും ഒരു കപ്പലിന് പൂർണ്ണമായി തീപിടിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ. മറ്റ് 2 കപ്പലുകൾ വഴിമാറി സഞ്ചരിച്ചെന്നും ഇറാൻ സൈന്യം പറഞ്ഞു. കണ്ണിന് പകരം കണ്ണ് എന്ന നയമാണ് തങ്ങളുടെ എന്ന ഇറാന്റെ പ്രസ്താവനയ്ക്ക് കണ്ണിന് പകരം തല എന്നതാണ് ഇനി അമേരിക്കയുടെ പുതിയ നയമെന്ന വെളിപ്പെടുത്തലോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കൻ താൽപര്യങ്ങൾക്കോ സൈന്യത്തിനോ നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ആക്രമണം അതിരൂക്ഷമായാൽ ഏത് നിമിഷവും നേരിട്ടുള്ള ഒരു കരയുദ്ധം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ. ഹൂത്തികളെ ഇളക്കിവിടുന്നത് ഇറാനാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഹൂത്തികൾ സൗദിക്കെതിരെ ആക്രമണം തുറന്നാൽ കരാർ പ്രകാരം സൗദിക്കായി പാകിസ്ഥാൻ സൈന്യം രംഗത്തിറങ്ങിയേക്കുമെന്നും അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തു. ചുരുക്കത്തിൽ ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ വിനാശകരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്.